കമ്പനിയുടെ യൂണിറ്റ് 5 അതോറിറ്റീസ് അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന അതോറിറ്റീസ് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ യൂണിറ്റിൽ നോക്കുന്നത്. കമ്പനീസ് ആക്ട് പ്രോപ്പറായിട്ടാണ് എല്ലാ കമ്പനീസും നോക്കുന്നത്. ഐ മീൻ അവരെല്ലാ കമ്പനീസ് ആക്ടിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ മേക്ക് ഷുവർ ചെയ്യുന്ന അതോറിറ്റീസാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. 3 കാറ്റഗറി ആയിട്ടാണ് അതോറിറ്റീസ് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, രണ്ടാമത് നാഷണൽ കമ്പനി ലോ അപ്പലറ്റ് ട്രിബ്യൂണൽ, മൂന്നാമത്തത് സ്പെഷ്യൽ കോർട്സ്. അതല്ലാത്ത കുറച്ച് അതോറിറ്റീസ് ഉണ്ട്, അതായത് രജിസ്ട്രാർ, റീജിയണൽ ഡയറക്ടർ, പിന്നെ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, ഇതൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് ഫോർ എ സിംഗിൾ ജുഡീഷ്യൽ ഫോറം ടു അഡ്ജുക്കേറ്റ് ഓൾ ഡിസ്പ്യൂട്ട്സ് കൺസേണിംഗ് അഫയേഴ്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് എക്സെപ്റ്റ് എനി ക്രിമിനൽ പ്രോസിക്യൂഷൻ. ക്രിമിനൽ കേസസ് അല്ലാതെ ബാക്കിയുള്ള എല്ലാ പ്രശ്നത്തിനും ഒരു സിംഗിൾ വിൻഡോ എന്നുള്ള രീതിയിലാണ് ഈ അതോറിറ്റീസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. കമ്പനീസ് ആക്ട് ഇന്ത്യൻ കമ്പനീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന അതോറിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് വൺ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഈസ് എ ക്വാസി ജുഡീഷ്യൽ ബോഡി ദാറ്റ് അഡ്ജുക്കേറ്റ്സ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഇന്ത്യൻ കമ്പനീസ്. ഇന്ത്യൻ കമ്പനീസിനുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഫോം ചെയ്തിട്ടുള്ളത്. To establish under Companies Act 2013. 2013 Companies Act പ്രകാരമാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഫോം ചെയ്തിട്ടുള്ളത്. ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2016 ജൂൺ 1 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഫോം ചെയ്തിട്ടുള്ളത്. കമ്പനീസ് ആക്ടിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ ഡിസ്പ്യൂട്ട്സും നമ്മൾ കൊണ്ടുപോകുന്നത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലാണ്. അവരാണ് അതിന് ഡിസ്പ്യൂട്ടൊക്കെ മാറ്റി ഡിസ്പോസ് ഓഫ് ചെയ്യുന്നത്. എന്തെങ്കിലും ആർബിട്രേഷനാണ്, കോംപ്രമൈസ്, അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് റീകൺസിലേഷൻ ആൻഡ് വൈൻഡിങ് അപ്പ് ആർ ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. NCLT ആണ് കമ്പനി ലോയിൽ വരുന്ന എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സൊക്കെ ശരിയാക്കി കൊടുക്കുന്നത്. ദി NCLT ട്രിബ്യൂണൽ കൺസിസ്റ്റ് ഓഫ് എ പ്രസിഡന്റ് ആൻഡ് സച്ച് മെമ്പർ ഓഫ് 2 types ഓഫ് മെമ്പേഴ്സ്. ഒരു പ്രസിഡന്റ് ഉണ്ടാവും, അതല്ലാതെ 2 members ഉണ്ടാവും. ഒരു ജുഡീഷ്യൽ മെമ്പർ, അതേപോലെ ഒരു ടെക്നിക്കൽ മെമ്പർ. ആസ് ദി ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് മേ ഡീം നെസസറി. സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇവരെ തീരുമാനിക്കുന്നത്. ഇനി ക്വാളിഫിക്കേഷൻസ് നോക്കാം. Qualifications of President and Judicial and Technical Members are as follows. Section 409 prescribe the qualifications for appointment of President and Members. പ്രസിഡന്റിൻ്റെ മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻസിന് പറയുന്നത് സെക്ഷൻ 409 പറയുന്നത്. ഫസ്റ്റ് പ്രസിഡന്റ്. ദി പ്രസിഡന്റ് ഷാൽ ബി എ പേഴ്സൺ ഹൂ ഈസ് or has been a judge of a high court for 5 years. ഹൈക്കോടതിയിൽ ജഡ്ജ് ആയിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് 5 years ജഡ്ജ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാണ് പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ. സെക്കൻഡ് ജുഡീഷ്യൽ മെമ്പർ. ഒരു ജുഡീഷ്യൽ മെമ്പർ എന്ന് പറയുമ്പം ഹൈക്കോർട്ടിലെ ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 5 years ഡിസ്ട്രിക്ട് കോർട്ടിലെ ജഡ്ജ് ആയിരിക്കണം. ഓർ ആസ് ഫോർ അറ്റ്ലീസ്റ്റ് 10 years ബീൻ ആൻ അഡ്വക്കേറ്റ് ഓഫ് എ കോർട്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 years ഈ പറഞ്ഞ ഏതെങ്കിലും ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ അഡ്വക്കേറ്റ് ആയിരിക്കണം. എനി പീരീഡ് ഡ്യൂറിങ് വിച്ച് ദി പേഴ്സൺ ഹാസ് held judicial office or office of a member of a tribunal or any post under union or state requiring special knowledge of law after he becomes an advocate shall also be counted. അതായത് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പോലും ജുഡീഷ്യൽ ഓഫീസിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ട്രിബ്യൂണലിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഏതെങ്കിലും ട്രിബ്യൂണലിലോ കോർട്ട് പോലത്തെ ജുഡീഷ്യൽ ഓഫീസിലോ വർക്ക് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു അഡ്വക്കേറ്റിൻ്റെ നോളജും കാര്യങ്ങളും ഉള്ള ഒരാളാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ ജുഡീഷ്യൽ മെമ്പർ ആക്കാനായിട്ട് കൺസിഡർ ചെയ്യും. ഇതാണ് ജുഡീഷ്യൽ മെമ്പറിൻ്റെ ക്വാളിഫിക്കേഷൻ. അടുത്തത് ടെക്നിക്കൽ മെമ്പറിൻ്റെ ക്വാളിഫിക്കേഷൻ. ഈ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 15 years ആസ് എ മെമ്പർ ഓഫ് ഇന്ത്യൻ corporate law service or Indian legal service and has been holding the rank of secretary or additional secretary to the government of India or above in that service. അറ്റ്ലീസ്റ്റ് 15 years എങ്കിലും ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ലീഗൽ സർവീസസിൻ്റെയോ മെമ്പറായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അതുകൂടാതെ സെക്രട്ടറി റാങ്കിലോ അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി റാങ്കിലോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ അതിൻ്റെ അബവ് ആയിട്ട്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ സെക്രട്ടറി റാങ്കിലോ അഡീഷണൽ സെക്രട്ടറി റാങ്കിലോ അതിൽ കൂടുതലായിട്ട് അതിൻ്റെ കൂടുതലുള്ള പോസ്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഏറ്റവും മിനിമമാണ് റാങ്ക് ഓഫ് സെക്രട്ടറി ഓർ അഡീഷണൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അതിൻ്റെ കാട്ടിൽ ഉയർന്ന പോസ്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ആളായിരിക്കണം.
അതല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഓർ ഹാസ് ബീൻ ഇൻ എ പ്രാക്ടീസ് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ കോസ്റ്റ് അക്കൗണ്ടന്റ് ഓർ കമ്പനി സെക്രട്ടറി ഫോർ അറ്റ്ലീസ്റ്റ് 15 years. മിനിമം 15 years എങ്കിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറിയോ ആയിരിക്കണം. അതും അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ഈസ് എ പേഴ്സൺ ഓഫ് പ്രൂവൻ എബിലിറ്റി ഇന്റഗ്രിറ്റി ആൻഡ് സ്റ്റാൻഡിംഗ് ഹാവിംഗ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നോട്ട് ലെസ് ദാൻ 15 years ഇൻ ലോ. പ്രൂവൺ ആയിട്ടുള്ള എബിലിറ്റിൻ്റെ ആയിട്ടുള്ള ആളായിരിക്കണം, അതായത് അവർക്ക് അവരുടെ ഫീൽഡിൽ നോളജ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്ന ആളായിരിക്കണം. പിന്നെ നല്ല ഇൻറ്റഗ്രിറ്റി, ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, മിനിമം 15 years. ഏതൊക്കെ ഫീൽഡിലാണ്? ഇൻ ലോ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ്, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടൻസി. ഇതിനകത്ത് ഏതെങ്കിലും ഫീൽഡുകളിലൊക്കെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, നല്ല പ്രൂവൺ എബിലിറ്റി ഉള്ള ഒരാളായിരിക്കണം. അല്ലെങ്കിൽ നാലാമത്തെ ഓപ്ഷനാണ് അറ്റ്ലീസ്റ്റ് 5 years എങ്കിലും ഏതെങ്കിലും ലേബർ കോഡിലോ ട്രിബ്യൂണലിലോ നാഷണൽ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരമുള്ള നാഷണൽ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ടറിലോ ഓഫീസറായിട്ടുണ്ടാവണം അറ്റ്ലീസ്റ്റ് ഫോർ 5 years. ഈ 4 ഓപ്ഷനാണുള്ള ഈ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഉള്ള ആൾക്കാരെ ടെക്നിക്കൽ മെമ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി സെലക്ഷൻ. സെക്ഷൻ 412 The President of the Tribunal shall be appointed after consultation of the Chief Justice of India. Chief Justice of India ആയിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ട്രിബ്യൂണലിൽ പ്രസിഡന്റിനെ നിയമിക്കുക. The members of the tribunal shall be appointed on the recommendation of the selection committee consisting of. ട്രിബ്യൂണലിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് സെലക്ഷൻ കമ്മിറ്റിയാണ്. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടാവുന്നത് ചെയർപേഴ്സണായിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് പറയുന്ന ഏതെങ്കിലും നോമിനി. ഇവരായിരിക്കും സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന ഒരാൾ, അയാളായിരിക്കും ചെയർപേഴ്സൺ. പിന്നെ മെമ്പേഴ്സായിട്ട് വരുന്നത് സീനിയർ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസോ സുപ്രീം കോർട്ടിൻ്റെ സീനിയർ ജഡ്ജോ ആയിരിക്കും. പിന്നുള്ള മെമ്പർ എന്ന് പറയുന്നത് സെക്രട്ടറി ഇൻ ദി മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അല്ലെങ്കിൽ സെക്രട്ടറി ഇൻ ദി മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ഈ 3 കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിരിക്കും മെമ്പേഴ്സായിട്ട് ഉണ്ടാവുക. പിന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചെയർപേഴ്സണും ആയിരിക്കും. ദി കമ്മിറ്റി ഷാൽ ഡിറ്റർമൈൻ ഇറ്റ്സ് ഓൺ പ്രൊസീജിയർ ഫോർ റെക്കമെൻഡിംഗ് പേഴ്സൺസ് അണ്ടർ സബ്സെക്ഷൻ 2. സബ്സെക്ഷൻ 2 പ്രകാരം അവർക്ക് തീരുമാനിക്കാം ആരെയാണ് നമ്മൾ മെമ്പർ ആക്കേണ്ടതെന്നുള്ളത്. അവർക്ക് തന്നെ അതിനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. എനി വേക്കൻസി ഓർ ഡിഫക്റ്റ് ഇൻ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെലക്ഷൻ കമ്മിറ്റി വിൽ നോട്ട് മേക്ക് എനി അപ്പോയിൻമെൻറ്റ് ഇൻവാലിഡ്. സെലക്ഷൻ കമ്മിറ്റിയിലെ പ്രൊസീജിയേഴ്സ് എല്ലാം അവർക്ക് തീരുമാനിക്കാം. അതേമാതിരി സെലക്ഷൻ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ വേക്കൻസി അപ്പോയിൻമെൻറ്റും ഇതെല്ലാം അവർക്ക് തീരുമാനിക്കാം. സെലക്ഷൻ കമ്മിറ്റിയിൽ ഫുൾ മെമ്പേഴ്സ് ഇത്രയും പേരില്ല എന്നുണ്ടെങ്കിൽ അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇൻവാലിഡ് ആവില്ല, അത് വാലിഡ് തന്നെ ആയിരിക്കും. The chairperson shall have a casting vote if there is a equality of votes on any matter in a meeting of selection committee. സെലക്ഷൻ കമ്മിറ്റിയിൽ ഇപ്പം 2 പേരാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ മൊത്തം 4 പേരാണെന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാർക്ക് 2 വോട്ട് വെച്ച് കിട്ടിയെന്നുണ്ടെങ്കിൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ചീഫ് ജസ്റ്റിസാണ് ചെയർമാനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ചെയർപേഴ്സണാണ് കാസ്റ്റിംഗ് വോട്ടിൻ്റെ അധികാരമുള്ളത്. അടുത്തത് ടേം ഓഫ് ഓഫീസ്. ദി പ്രസിഡന്റ് ആൻഡ് എവരി അതർ മെമ്പർ ഓഫ് ദി ട്രിബ്യൂണൽ ഷാൽ ഹോൾഡ് ഓഫീസ് ഫോർ 5 years ഫ്രം ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് ആൻഡ് മേ ബി റീ അപ്പോയിൻറ്റഡ് ഫോർ അനദർ ടേം ഓഫ് 5 years. ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 5 yearsനകത്തേക്കാണ്. അതിനുശേഷം അവരെ വേണമെങ്കിൽ പിന്നീട് ഒരു 5 yearsനകത്തോട്ടും റീ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ഇത്ര വർഷത്തേക്കൊന്നും പറഞ്ഞ് അപ്പോയിൻറ്റ് ചെയ്യില്ല, അത് റീ അപ്പോയിൻമെൻ്റ് ആണ് ചെയ്യുക. 5 yearsനാണ് ഒരു ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. അതേമാതിരി മെമ്പർ ഓഫ് ദി ട്രിബ്യൂണൽ ഷാൽ ഹോൾഡ് ഓഫീസ് അണ്ടിൽ ഹി അറ്റെയിൻസ് ട്രിബ്യൂണലിലുള്ള മെമ്പറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ട്രിബ്യൂണലിൽ ഒരു മെമ്പറായിട്ടിരിക്കാൻ പറ്റുന്നത് എത്ര വരെയാണ്? ഇൻ കേസ് ഓഫ് എ പ്രസിഡന്റ്, അയാൾ പ്രസിഡന്റ് ആവുന്നത് വരെ മെമ്പറായിട്ടിരിക്കാം, അല്ലെങ്കിൽ അപ് ടു ദി ഏജ് ഓഫ് 67 years ആവുന്നത് വരെ മെമ്പറായിട്ടിരിക്കാം. ആൻഡ് ഇൻ ദി കേസ് ഓഫ് എനി അതർ മെമ്പർ ദി ഏജ് ഓഫ് 65 years ആൻഡ് ഷാൽ നോട്ട് ബി എലിജിബിൾ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് എ മെമ്പർ ഇഫ് ഹി ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 50 years. In case of any other member the age of 65 years and shall not be eligible for appointment as member if he has not completed 50 years. One second. സോറി, നേരത്തെ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ട്രിബ്യൂണലിൽ മെമ്പറായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ പ്രസിഡൻറ്റിന് 67 years ആവുന്നത് വരെ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ബാക്കിയുള്ള മെമ്പേഴ്സിന് 65 years വരെ
അപ്പർ ലിമിറ്റ് ഉണ്ട്. മിനിമം 50 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് പറയുന്നത്. 50 ഇയേഴ്സ് കഴിഞ്ഞാൽ മാത്രമേ ഒരു മെമ്പർ ആവാൻ പറ്റുള്ളൂ. അപ് ടു 65 ഇയേഴ്സ് വരെ ഓഫീസിൽ കണ്ടിന്യൂ ചെയ്യാം. ദെൻ റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡന്റ് ആൻഡ് മെമ്പേഴ്സ്. പ്രസിഡന്റിൻ്റെ മെമ്പേഴ്സിൻ്റെ റിമൂവൽ ആണ് അടുത്തത്. പ്രസിഡന്റിനോ അല്ലാത്തൊരു മെമ്പറിനോ റിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെ അഡ്രസ്സ് ചെയ്ത് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്താൽ മതി. ഓർ അണ്ടിൽ പേഴ്സൺ ഡ്യൂലി അപ്പോയിൻറ്റഡ്, അല്ലെങ്കിൽ അയാളുടെ അത് കഴിഞ്ഞിട്ട് വേറെ ഓഫീസിലുള്ള ആൾ എന്നാണോ ഓഫീസിലേക്ക് വരുന്നത്, അതായത് 5 വർഷത്തെ പീരീഡ് കഴിഞ്ഞതിന് ശേഷം വേറൊരാളാണ് അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഓഫീസിൽ എന്നാണോ ഓഫീസിൽ വരുന്നത് അതുവരെ അയാൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓർ അണ്ടിൽ ദ എക്സ്പയറി ഓഫ് ഹിസ് ടേം ഓഫീസ്, അല്ലെങ്കിൽ അയാളുടെ 5 വർഷമാണെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയുന്നത് വരെ ആ ഓഫീസിൽ കണ്ടിന്യൂ ചെയ്യും. അതാണ് റെസിഗ്നേഷൻ ഓർ റിമൂവൽ ഓഫ് പ്രസിഡന്റ് ആൻഡ് മെമ്പേഴ്സിനകത്ത് ഫസ്റ്റ് പറയുന്നത്. And as per section 417, the central government may, after consultation with Chief Justice of India, remove from the office of the president or any other member who. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു റെസിഗ്നേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വേറൊരു ചീഫ് ജസ്റ്റിസുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവർക്കതല്ലാതെ പ്രസിഡൻറ്റിനെ അല്ലെങ്കിൽ മെമ്പറിനെയോ റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. ആസ് പെർ അണ്ടർ സെക്ഷൻ 417. ആ സിറ്റുവേഷൻസ് ആണ് ഫസ്റ്റ് പറയുന്നത്. ഹാസ് ബീൻ അഡ്ജഡ്ജ്ഡ് ആൻഡ് ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ. സെക്കൻഡ്, ഹാസ് ബീൻ കൺവിക്റ്റഡ് ഓഫ് എൻ ഒഫൻസ് വിച്ച് ഇൻ ദി ഒപ്പീനിയൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഇൻവോൾവ്സ് മോറൽ ടെർപ്പിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അയാൾ മോറലി ഫിറ്റ് അല്ലാന്ന് സെൻട്രൽ ഗവൺമെൻറ് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ അവരെ മെമ്പർഷിപ്പ് ഇൻവാലിഡേറ്റ് ചെയ്യാനായിട്ട് കഴിയും. തേർഡ് വൺ, ഹാസ് ബിക്കം ഫിസിക്കലി ഓർ മെൻ്റലി ഇൻകാപ്പബിൾ ഓഫ് ആക്ടിങ് ആസ് സച്ച് പ്രസിഡന്റ് ഓർ മെമ്പർ. പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പറുമായിട്ട് തുടരാൻ പറ്റാത്ത, ഫിസിക്കലി ഓർ മെൻ്റലി ഇൻകാപ്പബിൾ അല്ലാത്ത ആൾക്കാരെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് വൺ, ഹാസ് അക്വേർഡ് സച്ച് ഫിനാൻഷ്യൽ ഓർ അതർ ഇൻട്രസ്റ്റ് ആസ് ഈസ് ലൈക്ലി ടു എഫക്ട് പ്രിഡ്യൂഷ്യലി ഹിസ് ഫങ്ഷൻസ് ആസ് പ്രസിഡന്റ് ഓർ മെമ്പർ. അല്ലാതെ ഫിനാൻഷ്യൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ്, അതായത് ഇപ്പം എക്സ്ട്രാ ക്യാഷ് ഉണ്ടാക്കണം, അങ്ങനെ ഫിനാൻഷ്യലി കുറച്ച് ഇൻട്രസ്റ്റ് വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പർ എന്നുള്ള ഫങ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഹാസ് അബ്യൂസ്ഡ് ഹിസ് പൊസിഷൻ ആസ് ടു റെൻഡർ ഹിസ് കണ്ടിന്യൂൻസ് ഇൻ ഒഫീഷ്യൽ പ്രിജുഡീഷ്യൽ ടു പബ്ലിക് ഇൻട്രസ്റ്റ്. അതായത് അവരെ പൊസിഷൻ അവർ ദുരുപയോഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാലും അവരെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ദി പ്രസിഡന്റ് ഓർ മെമ്പർ ഷാൽ ബി ഗിവൺ എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹിയർഡ് ഓൺ എ ഗ്രൗണ്ട് ഫ്രം ബി ടു ഇ. ഈ ബി മുതൽ ഇ വരെ വരുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, അവർക്ക് അവരുടെ സൈഡ് പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കണം. അടുത്തത് ജൂറിസ്ഡിക്ഷൻ ആണ്. The tribunal has jurisdiction on the matters under Companies Act 2013 which include താഴെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് ട്രിബ്യൂണലിന് പവർ ഉള്ളത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ളത്. ഫസ്റ്റ്, ക്യാൻസലേഷൻ വെരിഫിക്കേഷൻ ഓഫ് ഷെയർ ഹോൾഡർ റൈറ്റ്സ് ക്യാൻസൽ ചെയ്യാനോ അത് വെരിഫൈ ചെയ്യാനോ. രണ്ടാമത്, പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ്റെ കാര്യത്തിൽ. അതേമാതിരി ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ബാക്കിയുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അത് കുറിച്ചായിട്ടുള്ള അതിൻ്റെ അണ്ടറിൽ വരുന്ന മാറ്റേഴ്സ്. അതേമാതിരി രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സ്, റെക്ടിഫിക്കേഷൻ ഓഫ് രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സിനെ രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിലോ ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിലോ അത്, ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാനുള്ളതിന്. അതേമാതിരി ഡിബഞ്ചേഴ്സ് ട്രസ്റ്റീസിൻ്റെ എന്തെങ്കിലും പെറ്റീഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കുന്നത് ട്രിബ്യൂണലായിരിക്കും. അതേമാതിരി പബ്ലിക് ഡെപ്പോസിറ്റ്സ്, റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് തിരിച്ച് പേയ്മെൻറ്റ് നടത്തുന്നത്. പവർ ടു കോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് ഓർ മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സിനെ മീറ്റിംഗ് വരുത്താനും വിളിക്കാനും ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കാനുള്ള പവർ ട്രിബ്യൂണലിന് ഉണ്ട്. ഡയറക്ടറിൻ്റെ ഡിസ്ക്വാളിഫൈ ആണെന്നും പറഞ്ഞിട്ട് വിടാനുള്ള പവർ. പ്രൊട്ടക്ഷൻ ഓഫ് എംപ്ലോയീസ് ഡ്യൂറിങ് ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് എംപ്ലോയീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഹയർ പവറുള്ള ആൾക്കാർ ചിലപ്പം എംപ്ലോയീസിൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് ഇതാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള പ്രൊട്ടക്ഷനും. പിന്നെ തോന്നിയ മാതിരി നമ്മളെ ലേ ഓഫ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ അതിനുള്ള പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുന്നത് ട്രിബ്യൂണലിൻ്റെ അണ്ടറിലാണ്. ദെൻ കോംപ്രമൈസ് ഓർ അറേഞ്ച്മെൻറ്റ്സ് വിത്ത് ക്രെഡിറ്റേഴ്സ്, മെർജർ ആൻഡ് അമാൽഗമേഷൻ, ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്, രജിസ്റ്റർ ഓഫ് കമ്പനിയിൽ നിന്ന് കമ്പനിയുടെ നെയിം മാറ്റുന്നത്. അതേമാതിരി സിക്ക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് റിവൈവ് ചെയ്യാനും റീഹാബിലിറ്റേഷനും. പിന്നെ വൈൻഡിങ് അപ്പ്, ഫ്രോഡുലൻറ്റ്
preferable deposit of money is in scheduled bank by company liquidator. ഈ കാര്യങ്ങളൊക്കെയാണ് കമ്പനീസ് ആക്ട് പ്രകാരം ട്രിബ്യൂണലിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നതാണ് ട്രിബ്യൂണൽ. ദെൻ മിസ്സലേനിയസ് പ്രൊവിഷൻസ്, ഈ കൂട്ടത്തിൽ വരാതെ അതല്ലാത്ത കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഉണ്ട്, എനി പ്രൊവിഷൻ അഗ്രീഡ് ബൈ എനി ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ മേ പ്രിഫർ എനി അപ്പീൽ ടു ദി അപ്പലറ്റ് ട്രിബ്യൂണൽ. ഈ ട്രിബ്യൂണലിൽ വന്ന ഓർഡറിന് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പലറ്റ് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കും. Then the central government may specify the number of benches of the tribunal. The principal bench shall be at New Delhi. സെൻട്രൽ ഗവൺമെൻറ് ആണ് എത്ര ബെഞ്ച് ട്രിബ്യൂണലിന് വേണമെന്ന് ഫിക്സ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ബെഞ്ച് ന്യൂഡൽഹിയിലായിരിക്കും. Then third one, procedure has laid out in Code of Civil Procedure 1908 shall be followed by tribunal. Civil procedures, Code of Civil Procedure 1908 പ്രകാരമുള്ള പ്രൊസീജിയർ വേണം ട്രിബ്യൂണൽ ഫോളോ ചെയ്യാനായിട്ട്. Fourth one, the president and members shall be protected of action taken in good faith. നല്ല ഇതിന് വേണ്ടിയിട്ട് മെമ്പേഴ്സും പ്രസിഡൻറ്റും ചെയ്ത കാര്യങ്ങൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. Then fifth one, vacancy or defect in constitutional tribunal shall not invalidate acts or proceedings. ട്രിബ്യൂണലിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ വേക്കൻസി ആരെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രൊസീഡിങ്സിന് ആക്ടിനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നതല്ല. And sixth one, the tribunal may in any proceeding relating to a sick company or winding up may seek assistance of metropolitan magistrate. ഒരു സിക്ക് കമ്പനി റിവൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനോ വേണ്ടിയിട്ട് ട്രിബ്യൂണൽ വേറെ ആൾക്കാരെ അസിസ്റ്റൻസ് ചോദിക്കാം. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെയോ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെയോ ഇവരുടെയൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ ട്രിബ്യൂണലിന് ചോദിക്കാം. ഇതാണ് മിസ്സലേനിയസ് പ്രൊവിഷൻസ്. അടുത്തത് പവേഴ്സ് ഓഫ് ദി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. ഫസ്റ്റ് വൺ, ദി പവർ ആസ് എ സിവിൽ കോർട്ട്. സിവിൽ കോർട്ടായിട്ട് വരുന്ന ആ ബേസിലുള്ള പവർ എന്തൊക്കെയാണെന്ന് നോക്കാം ട്രിബ്യൂണലിലുള്ള. ദി ട്രിബ്യൂണൽ ഷാൽ എൻജോയ് ദി സെയിം പവേഴ്സ് ആസ് എ സിവിൽ കോർട്ട് അണ്ടർ ദി കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 ഓൺ ദി ഫോളോയിങ് മാറ്റേഴ്സ്. ഈ ഫോളോയിങ് മാറ്റേഴ്സിന് സിവിൽ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുക. ആ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഫോളോ ചെയ്യുക. ഫസ്റ്റ് വൺ, സമ്മണിങ് ആൻഡ് എൻഫോഴ്സിങ് ദി അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺസ് ആർ എക്സാമിനിങ് ഹിം ഓൺ ഓത്ത്. നമ്മൾ ഫിലിമിൽ കണ്ടിട്ടുണ്ടാവും, കോർട്ടിൽ പോയിട്ട് ഇങ്ങനെ ഞാൻ ഈ കോർട്ടിൽ പറയുന്നത് സത്യം മാത്രമേ പറയുള്ളൂ. അപ്പം അതും ഒരാളെ വിളിച്ചു വരുത്തുന്നതും അതൊക്കെ നോർമൽ സിവിൽ കോർട്ടിൽ എങ്ങനെയാണോ ചെയ്യുക ആ സെയിം പോലെ തന്നെയാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന് ചെയ്യാം. രണ്ടാമത്, റിക്വയറിംഗ് ദി ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റൊക്കെ കണ്ടുപിടിച്ച് അത് സബ്മിറ്റ് ചെയ്യണം സിവിൽ കോർട്ടിലുള്ളത് പോലെ തന്നെ. തേർഡ് വൺ, റിസീവിങ് എവിഡൻസ് ഓൺ അഫിഡവിറ്റ്. സത്യവാങ്മൂലം വെച്ചിട്ടാണ് എവിഡൻസ് ഒക്കെ റിസീവ് ചെയ്യുക. ഫോർ ദ സബ്ജക്ട് പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 123 ആൻഡ് 124 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1972, റിക്വസിഷനിങ് എനി പബ്ലിക് റെക്കോർഡ് ഡോക്യുമെൻറ്റ് ഓർ എ കോപ്പി ഓഫ് ദി സച്ച് റെക്കോർഡ് ഡോക്യുമെൻറ്റ് ഫ്രം എനി ഓഫീസേഴ്സ്. എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക് റെക്കോർഡോ ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ അതിൻ്റെ കോപ്പീസോ കിട്ടാനുള്ള പ്രൊവിഷന് NCLTക്കും ഉണ്ട്. ഇഷ്യൂയിങ് കമ്മീഷൻ ഫോർ ദ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ആൻഡ് ഡോക്യുമെൻറ്റ്സും വിറ്റ്നസ്സും എക്സാമിൻ ചെയ്യാനുള്ള കമ്മീഷൻ ഇഷ്യൂ ചെയ്യാനുള്ള പവർ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനുണ്ട്. പിന്നെ അടുത്തത് വെച്ച് കഴിഞ്ഞാൽ ഡിസ്മിസിങ് എ റെപ്രസെൻറ്റേഷൻ ഫോർ ഡിഫോൾട്ട് ഡിസൈഡിങ് ടു എക്സ്പെർട്ട്. അതായത് എന്തെങ്കിലും കേസ് ആവശ്യമില്ലാതെയാണ് ഡിഫോൾട്ടായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ, ഡിഫോൾട്ട് ഇൻ ദ സെൻസ് നമ്മളെ ഡിഫോൾട്ട് സെറ്റിംഗ് അല്ല ഉദ്ദേശിച്ചത്, എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലുള്ള ആ സെൻസിലാണ് ഇവിടെ ഡിഫോൾട്ട് പറയുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്മിസ് ചെയ്യാനായിട്ട്. പിന്നെ സെക്ഷൻ 425 പ്രകാരം വേറെ എന്തെങ്കിലും കാര്യം സിവിൽ കോർട്ട് പോലെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതും പറയും. അടുത്തത് എക്സിക്യൂഷൻ ഓഫ് ആൻ ഓർഡർ. ഒരു ട്രിബ്യൂണൽ കൊടുക്കുന്ന ഓർഡർ എൻഫോഴ്സ് ചെയ്യാനുള്ള പവർ ട്രിബ്യൂണലിന് ഉണ്ട്. An order made by the tribunal may be enforced in the same manner as a decree made by a court in the suit. അതായത് ഒരു നോർമൽ കോർട്ട് ഓർഡർ കൊടുക്കുന്നത് അത് എൻഫോഴ്സ് ചെയ്യുന്ന പോലെ തന്നെ ട്രിബ്യൂണലിനും അവർ കൊടുക്കുന്ന ഓർഡർ എൻഫോഴ്സ് ചെയ്യാനുള്ള അധികാരമുണ്ട്. Power to punish the contempt. The tribunal shall have the same power of the authority to punish for contempt as the High Court under the provisions of the Contempt of Court Act 1970 section 425 പ്രകാരം എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിവിൽ കോർട്ടിൻ്റെ അതേ സെയിം പവർ തന്നെയായിരിക്കും ട്രിബ്യൂണലിന് ഉണ്ടാവുക.
Then power to seek assistance of chief metropolitan magistrate etc. ഏതെങ്കിലും വേറെ എന്തെങ്കിലും മജിസ്ട്രേറ്റിൻ്റെയോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഐ മീൻ അവർക്ക് അതിനുള്ള പവർ ഉണ്ട്. In any proceeding relating to winding up of a company or rehabilitation of a sick company, the tribunal may seek the help of chief metropolitan magistrate, chief judicial magistrate, etc. for the purpose of taking into custody property, books of accounts or other documents. Chief metropolitan magistrateനോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ എല്ലാവരുടെയും ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിബ്യൂണലിന് പവറുണ്ട്. ദെൻ അപ്പീൽ ടു അപ്പലേറ്റ് ട്രിബ്യൂണൽ. ട്രിബ്യൂണൽ വഴി എന്തെങ്കിലും ഒരു ഓർഡർ കിട്ടി അവർക്ക് അത് സാറ്റിസ്ഫൈഡ് അല്ല, ആ ഓർഡറിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 45 days അപ്പലേറ്റ് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കാവുന്നതാണ്. ഇൻ കേസ് അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റാത്തതിന് എന്തെങ്കിലും സഫിഷ്യൻറ്റ് റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ ഒരു 45 days കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നതാണ്. അടുത്തത് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഇത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഒരു ഹയർ ഫോറമാണ് നാഷണൽ കമ്പനി അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈക്കോർട്ട് മാതിരിയാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, സുപ്രീം കോർട്ട് മാതിരിയാണ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. അതായത് സുപ്രീം കോർട്ട് പറയുന്നതാണ് കൂടുതൽ പവർ. അതായത് ഹൈക്കോടതിയിൽ നമുക്ക് എന്തെങ്കിലും ഓർഡർ വന്നു നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിൽ പോയിട്ട് അപ്പീൽ കൊടുക്കാം. അതേപോലത്തെ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ. ഇനി ഇതിനകത്ത് ക്വാളിഫിക്കേഷൻസ് നോക്കാം. The qualification of chairman and members are as follows. ഇനി ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് chairperson shall be a person who is or has been a judge of Supreme Court or Chief Justice of the High Court. സുപ്രീം കോർട്ടിൽ ജഡ്ജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരിക്കാം ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ജുഡീഷ്യൽ മെമ്പർ ഷാൽ ബി എ പേഴ്സൺ ഹു ഈസ് ഓർ ഹാസ് ബീൻ എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഓർ ഈസ് എ ജുഡീഷ്യൽ മെമ്പർ ഓഫ് NCLT ഫോർ 5 years. NCLT 5 years ആയിട്ട് ജുഡീഷ്യൽ മെമ്പർ ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിലൊരു ജഡ്ജോ ജുഡീഷ്യൽ മെമ്പറായിട്ട് ഇരിക്കാം. ടെക്നിക്കൽ മെമ്പറിന് സ്പെഷ്യൽ നോളജും എക്സ്പീരിയൻസും ഉണ്ടാവണം. നോട്ട് ലെസ് ദാൻ 25 years, മിനിമം 25 years എങ്കിലും സ്പെഷ്യൽ നോളജ് ആൻഡ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം. അതായത് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ടെക്നിക്കൽ മെമ്പർ ഇവിടെ മിനിമം 25 years എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് മാത്രം. അതാണ് ക്വാളിഫിക്കേഷൻസ്. അടുത്തത് സെലക്ഷൻ. സെലക്ഷൻ ഓഫ് ഫോർ ചെയർപേഴ്സൺ ആൻഡ് മെമ്പർ ഓഫ് NCLT ഈസ് സെയിം ആസ് ഓഫ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് അപ്പലേറ്റ് ട്രിബ്യൂണലും. ടേം ഓഫ് ഓഫീസ് 5 years ആണ്. ചെയർപേഴ്സണും മെമ്പറും 5 years ആണ് ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. ഫ്രം ദി ഡേറ്റ് ഓഫ് ടേക്കിംഗ് ചാർജ് ആൻഡ് ക്യാൻ ബി റീഅപ്പോയിൻറ്റഡ് ഫോർ എ പീരീഡ് ഓഫ് അനദർ 5 years. അതും നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ പോലെ തന്നെയാണ് അപ്പലേറ്റ് ട്രിബ്യൂണലിന് 5 years ടേം. വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് 5 years വേണ്ടി റീഅപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചെയർപേഴ്സൺ അപ് ടു 70 years വരെ, അതായത് 70 years ഏജ് വരെ ചെയർപേഴ്സണ് ഓഫീസ് ഹോൾഡ് ചെയ്യാം. മെമ്പർ ആകുമ്പം അത് 67 years വരെയാണ്. ആൻഡ് മെമ്പർ വിൽ ബി അപ്പോയിൻറ്റഡ് ഇഫ് ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ദി ഏജ് ഓഫ് 50 years. 50 years ആയിട്ടില്ലെങ്കിൽ മെമ്പറിന് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഡെസിഗ്നേഷൻ ഓർ റിമൂവൽ ഓഫ് മെമ്പേഴ്സ്. റെസിഗ്നേഷൻ ഓർ റിമൂവൽ ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിനെ എങ്ങനെയാണ് അപ്പലേറ്റ് ട്രിബ്യൂണലിന് അപ്പലേറ്റ് ട്രിബ്യൂണലിന് എങ്ങനെയാണ് മെമ്പറിന് റിമൂവ് ചെയ്യാന്നുള്ളത് മറ്റേ നോർമൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനുള്ള അതേപോലെ തന്നെയാണ് അപ്പലേറ്റ് ട്രിബ്യൂണലിലും റെസിഗ്നേഷനും റിമൂവലും വരുന്നത്. പിന്നെ ഈ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ നമുക്ക് വരുന്ന ഓർഡർ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പോകാവുന്ന കോർട്ടാണ് സുപ്രീം കോർട്ട്. ആൻഡ് അപ്പീൽ അഗെയിൻസ്റ്റ് ദി ഓർഡർ ഓഫ് ദി അപ്പലേറ്റ് ട്രിബ്യൂണൽ മേ ബി ഫയൽഡ് ബൈ ദി അഗ്രീഡ് പേഴ്സൺ ടു സുപ്രീം കോർട്ട്. An appeal within 60 days must be filed by agreed person to Supreme Court. അതായത് അപ്പലേറ്റ് ട്രിബ്യൂണലിലെ ഓർഡർ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ വിത്തിൻ 60 days നമ്മൾ അതിൻ്റെ അപ്പീൽ സുപ്രീം കോടതി കൊടുക്കണം. എന്തെങ്കിലും സഫിഷ്യൻറ്റ് റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 60 days കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. The party to any proceedings of appeal before the tribunal or appellate tribunal has right either to appear in person or through one or more duly authorized ചാർട്ടേഡ് അക്കൗണ്ടന്റ് കമ്പനി സെക്രട്ടറി. അതായത് പേഴ്സണലി അപ്പിയർ ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ കമ്പനി സെക്രട്ടറിനെയോ കോസ്റ്റ് അക്കൗണ്ടന്റിനോ അല്ലെങ്കിൽ ലീഗൽ പ്രാക്ടീഷണറെ അല്ലെങ്കിൽ എനി അതർ പേഴ്സൺ ടു പ്രസൻറ്റ് ഇൻ ഹിസ് കേസ് ബിഫോർ ദി ട്രിബ്യൂണൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളെ അവരുടെ കേസ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ട്രിബ്യൂണലിൻ്റെ അല്ലെങ്കിൽ അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ ഹാജരാക്കാവുന്നതാണ്.
Then mediation and conciliation panel. The central government maintains a panel of expert called mediation and conciliation panel which prescribe qualification and such number as it may decide. This panel, സെക്ഷൻ 442 അണ്ടറിൽ വരുന്നതാണ് മീഡിയേഷൻ കൺസിലിയേഷൻ പാനൽ. ഇപ്പം ട്രിബ്യൂണലിൻ്റെ അപ്പലറ്റ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് മുമ്പിൽ എന്തെങ്കിലും കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും കേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മീഡിയേഷൻ കൺസിലിയേഷൻ പാനലാണ് കൺസിഡർ ചെയ്യുക. നമ്മളിപ്പോൾ നോർമൽ കോർട്ടിൽ അദാലത്ത് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ട്രിബ്യൂണലും മീഡിയേഷനും കൺസിലിയേഷൻ പാനലും വരുന്നത്. ഓക്കെ, അടുത്തത് പവേഴ്സ് ഓഫ് നാഷണൽ കമ്മ്യൂണൽ ലോ അപ്പലറ്റ് ട്രിബ്യൂണൽ. നാഷണൽ കമ്മ്യൂണൽ ലോ ട്രിബ്യൂണലിൻ്റെ അതേ പവേഴ്സ് തന്നെയാണ് അപ്പലറ്റ് ട്രിബ്യൂണലിനും ഉള്ളത്. അടുത്തത് സ്പെഷ്യൽ കോർട്സ്. സ്പീഡി ട്രയലിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യൽ കോർട്സ് ഡെസിഗ്നേറ്റ് ചെയ്യും. അല്ലെങ്കിൽ സ്പെഷ്യൽ കോർട്സ് ഓരോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്, അത് സ്പീഡായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ആണ് ഈ സ്പെഷ്യൽ കോർട്സിൻ്റെ ആവശ്യം വരിക. അപ്പോൾ the central government for speedy trial of offences under the act may establish or designate special courts by notification. The special courts shall consist of a single judge holding office as a session judge or additional session judge in case of offences punishable under Commerce Act 2030 with imprisonment of 2 years or more. 2 years മോറിൽ കൂടുതൽ 2 years അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇംപ്രിസൺമെൻറ്റ് വരുന്നൊരു കേസാണെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ ജഡ്ജിനാണ് പോവുക. ഹോൾഡിംഗ് ഓൺ ഓഫീസ് ആസ് എ സെഷൻ ജഡ്ജായിട്ട് ഓഫീസ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ അഡീഷണൽ സെഷൻ ജഡ്ജായിട്ട് വർക്ക് ചെയ്ത ഒരാളെയാണ് സിംഗിൾ ജഡ്ജായിട്ട് സ്പെഷ്യൽ കോർട്ടിൽ ഉണ്ടാവുക. പിന്നെ അതല്ലാതെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് സ്പെഷ്യൽ കോർട്സിൽ ഉണ്ടാകുന്ന ആൾക്കാർ. ഷാൽ ബി അപ്പോയിൻറ്റഡ് വിത്ത് ദി കൺകറൻസ് ഓഫ് ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അനുവാദത്തോടു കൂടിയാണ് അപ്പോയിൻറ്റ് ചെയ്യുക. ദെൻ അവരുടെ പവേഴ്സ് കമ്പനീസ് ആക്ട് വരുന്ന എല്ലാ ഒഫൻസസിലും വരുന്ന എല്ലാ കാര്യങ്ങളും സ്പെഷ്യൽ കോർട്ടിലും പവർ ഉള്ളതാണ്. പക്ഷേ 2 ഇയറിനെക്കാട്ടും 2 ഇയർ അതിൽ കൂടുതലോ ഇംപ്രിസൺമെൻറ്റ് വരുന്ന കേസസ് മാത്രമേ സ്പെഷ്യൽ കോർട്സ് നോക്കുള്ളൂ. And all other offences shall be tried as the case may be a metropolitan magistrate or judicial magistrate for the first class having jurisdiction to try any offence under this act under any previous company law. 2 ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് ഇംപ്രിസൺമെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലാണ് ആ കേസ് പോവുക. പിന്നെ the special courts try in a summary way any offence in which is punishable with imprisonment not exceeding 3 years. അതുപോലെ സ്പെഷ്യൽ കോർട്ടിൻ്റെ പണിഷ്മെൻറ്റും 3 ഇയേഴ്സിൽ കൂടാനും പാടില്ല. ബിറ്റ്വീൻ 2 to 3 ഇയേഴ്സ് ആണ് പണിഷ്മെൻറ്റ് പാടുള്ളൂ സ്പെഷ്യൽ കോർട്സിൻ്റെ ഫ്രണ്ടിൽ വരുന്ന കേസസിൽ. അടുത്തത് അപ്പീൽ ആൻഡ് റിവിഷൻ. High Court can hear the appeal and revision against the order of special court. സ്പെഷ്യൽ കോർട്ടിൻ്റെ വരുന്ന ഓർഡറുകളുടെ അപ്പീൽ പോകുന്നത് ഹൈക്കോർട്ടിലേക്ക്. അടുത്തത് ഫൈൻസ്. ദി എമൗണ്ട്സ് ഓഫ് ഫൈൻസ് പാർട്ടി ഓർ ബോഡി ഷാൽ ബി അപ്ലൈഡ് ഓർ ടുവേർഡ്സ് പേയ്മെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊസീഡിങ്സ് ഓർ റിവാർഡ് ടു പേഴ്സൺസ് ഹു ഗേവ് ഇൻഫർമേഷൻ. ഫൈനിൻ്റെ പാർട്ടി അല്ലെങ്കിൽ മൊത്തമായിട്ടോ ആരാണ് ഇൻഫർമേഷൻസ് തന്നത് അവർക്ക് കൊടുക്കാവുന്നതാണ്. ആരാണ് ഇൻഫർമേഷൻ തന്നത് അവർക്ക്. അടുത്തത് കോഗ്നൈസൻസ്. ഇത് വെച്ച് കഴിഞ്ഞാൽ കമ്പനീൻ്റെ രജിസ്ട്രാർ ഓഫ് കമ്പനിയിലോ അല്ലെങ്കിൽ ആരെങ്കിലും മെമ്പർ എന്തെങ്കിലും ഓതറൈസ്ഡ് പേഴ്സണോ കംപ്ലൈൻറ്റ് കൊടുത്താൽ മാത്രമേ അതൊരു ട്രിബ്യൂണലിൻ്റെ അല്ലെങ്കിൽ സ്പെഷ്യൽ കോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കേസായിട്ട് വരുള്ളൂ. ദി കോർട്ട് ഷാൽ ടേക്ക് കൺസിഡർ ഓഫ് എൻ ഓഫൻസ് അഗെയിൻസ്റ്റ് എ കമ്പനി ഓർ എൻ ഓഫീസർ ദർ ഓഫ് ഓൺലി ഓൺ കംപ്ലൈൻറ്റ് ഇൻ റൈറ്റിംഗ് ബൈ രജിസ്ട്രാർ ഓർ എ മെമ്പർ ഓർ എനി ഓതറൈസ്ഡ് പേഴ്സൺ. അതായത് മെമ്പറോ രജിസ്ട്രാറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓതറൈസ്ഡ് പേഴ്സൺ കംപ്ലൈൻറ്റ് കൊടുത്താൽ മാത്രമേ അവർ ആ ഒഫൻസ് കൺസിഡർ ചെയ്യുള്ളൂ. ഓൾ ഒഫൻസസ് അണ്ടർ ദാറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി നോൺ എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കേസ് അല്ലാതെ വേറൊന്നും സ്വമേധയാ അവർ കേസ് എടുക്കുന്ന ഇതില്ല. അവരുടെ ഫ്രണ്ടിൽ ഒരു കേസ് കൊടുത്താൽ മാത്രമേ അവരത് കൺസിഡർ ചെയ്യുള്ളൂ. സ്പെഷ്യൽ കോർട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അതർ അതോറിറ്റീസ്. ഈ 3 ഇതിൽ വരാത്ത ബാക്കി അതോറിറ്റീസാണ് പറയുന്നത്. ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്.
നമ്മൾ നേരത്തെ പഠിച്ചതാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സും എല്ലാം ഫയൽ ചെയ്യുക. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിനാണ്. Registrar means a registrar or an additional or a joint or deputy or an assistant registrar having the duty of registering companies and discharging various functions under the Act section 2 subsection 75. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനും അതേമാതിരി അതായിട്ടുള്ള വേരിയസ് ഫംഗ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്ന ഫംഗ്ഷൻസും ഉള്ളത് രജിസ്ട്രാർക്കാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആർ ദി ഫീൽഡ് ഓഫീസേഴ്സ് ഹു ഡീൽ directly with the company registered or intended to be registered within their territorial jurisdiction. ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനീൻ്റെ ജൂറിസ്ഡിക്ഷന് അണ്ടറിൽ വരുന്ന എല്ലാ രജിസ്റ്റേർഡ് കമ്പനീനായിട്ട് ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്നതും ഏതെങ്കിലും കമ്പനി രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിലും ഡീൽ ചെയ്യുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ്. ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണ്ടാവും. അത് സെൻട്രൽ ഗവൺമെൻറ് ഫുൾ ടൈം ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഓഫീസറാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. കമ്പനിയിലുണ്ട് ഓരോ സ്റ്റേറ്റിലും അവരുടെ കമ്പനിയിലുണ്ട് അഡ്മിനിസ്ട്രേഷൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് രജിസ്ട്രാറാണ്. certain powers are vested in the register for companies under various sections of the Act. Companies Act പ്രകാരം കുറേ സെക്ഷനിൽ രജിസ്ട്രാറിന് പവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. The registrar of company has certain duties after the necessary documents are filed by the companies for registration, record or filing. അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. അതായത് അവരാണ് ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കിയിട്ട് വെരിഫൈ ചെയ്യുന്നത്. അത് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 30 days തന്നെ രജിസ്ട്രാർ ഡിസിഷൻ എടുക്കണം. ഇൻകംപ്ലീറ്റ് ആണ് ഫയൽ ചെയ്തതെന്നുണ്ടെങ്കിൽ അവർക്കത് ഒന്നെങ്കിൽ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന്, അല്ലെങ്കിൽ അത് ഒന്നാകെ ക്യാൻസൽ ചെയ്ത് വിടുകയാണ് ചെയ്യുക. അടുത്തത് റീജിയണൽ ഡയറക്ടേഴ്സ്. ദർ ആർ 7 ഡയറക്ടറേറ്റ് ഓഫ് റീജിയണൽ ഡയറക്ടേഴ്സ്. ദേ ആർ അറ്റ് അഹമ്മദാബാദ്. റീജിയണൽ ഡയറക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറേറ്റിൻ്റെ പോലെ തന്നെ റീജിയണൽ ഡയറക്ടർ സെപ്പറേറ്റ് വേറെ ഉണ്ടാകും. അത് 7 റീജിയണൽ ഡയറക്ടറേറ്റ്സ് ആണുള്ളത്, റീജിയണൽ ഡയറക്ടേഴ്സ് ആണുള്ളത്. അത് അഹമ്മദാബാദ്, ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഷില്ലോങ്, ഹൈദരാബാദ്. പിന്നെ കവറിംഗ് നോർത്ത് വെസ്റ്റേൺ റീജിയൻ, നോർത്ത് റീജിയൻ, വെസ്റ്റേൺ റീജിയൻ, സൗത്ത് റീജിയൻ, ഈസ്റ്റേൺ റീജിയൻ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആൻഡ് സൗത്ത് ഈസ്റ്റേൺ റീജിയൻ റെസ്പെക്റ്റീവ്ലി. റീജിയണൽ ഡയറക്ടറിന് പവർ കൊടുക്കുന്നത് മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. ഇതും കമ്പനീസ് ആക്ടിൽ വരുന്ന വേരിയസ് ഫങ്ഷൻസ് എൻഫോഴ്സ് ചെയ്യാനും അത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് റീജിയണൽ ഡയറക്ടേഴ്സിനെ വെച്ചിട്ടുള്ളത്. സെർട്ടൻ പവേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റും റീജിയണൽ ഡയറക്ടേഴ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആസ് പെർ സെക്ഷൻ 458 പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് കുറച്ച് പവേഴ്സ് റീജിയണൽ ഡയറക്ടേഴ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദി റീജിയണൽ ഡയറക്ടർ ഷാൽ എക്സസൈസ് ദി പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് സോ ആർ ഡെലിഗേറ്റഡ് ഇൻ ഇറ്റ്സ് അണ്ടർ വേരിയസ് സെക്ഷൻസ് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് ഡെലിഗേറ്റ് ചെയ്ത പവേഴ്സും ആർക്കുണ്ടാവും? റീജിയണൽ ഡയറക്ടറിന് ഉണ്ടാവും. അടുത്തത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. ദി സെൻട്രൽ ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. ഇറ്റ് ഈസ് ആൻ അപെക്സ് ബോഡി ഫോർ ദ പർപ്പസ് ഓഫ് വേരിയസ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ്. ഒരു കൺട്രിയിലെ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നതും അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ നോക്കുന്ന അതോറിറ്റിയാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. It would be responsible for matters relating to formulation, monitoring and enforcement of accounting standards ഉണ്ടാക്കുന്നതും അത് മോണിറ്റർ ചെയ്യുന്നതും അത് എല്ലാവരും പ്രോപ്പറായിട്ട് ചെയ്യുന്നതെന്ന് എൻഫോഴ്സ് ചെയ്യുന്നത് NFRA ആണ്. NFRA shall make recommendations to the central government on formation and laying down of accounting and audit policies and standards to be adopted by companies or class of company or auditors. അതായത് NFRA ആണ് സെൻട്രൽ ഗവൺമെൻറ് റെക്കമെൻഡേഷൻ കൊടുക്കുക. എങ്ങനെയൊക്കെ ഓഡിറ്റിംഗ് പോളിസീസും അക്കൗണ്ടിങ് പോളിസീസും സ്റ്റാൻഡേർഡ്സും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അത് ഏത് കമ്പനീസ് എന്തൊക്കെ അഡോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് പറഞ്ഞു കൊടുക്കുന്നത് NFRA ആണ്. പിന്നെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡെല്ലാം പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ, എല്ലാവരും കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ നോക്കുന്ന ഫംഗ്ഷനും NFRAൻ്റെതാണ്. ക്വാളിറ്റി ഓഫ് പ്രൊഫഷണൽസ് കൊടുക്കുന്ന ഈ സർവീസ്, അതായത് ഓഡിറ്റിംഗ് ഫേംസിലുള്ള ഓഡിറ്റേഴ്സും ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അക്കൗണ്ടിങ് വെരിഫൈ ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണെങ്കിലും അവർ ആ പ്രൊഫഷണൽസ് എല്ലാവരും ക്വാളിറ്റി ഓഫ് സർവീസാണ്, നല്ല സർവീസാണ് കൊടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നത് NFRA ആണ്. അതല്ലാതെ ഈ ഓഡിറ്റിങ്ങിലും അക്കൗണ്ടിങ്ങിലും വരുന്നതല്ലാതെ ഫംഗ്ഷൻസിന് വേണ്ടി വരുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നത് NFRA ആണ്. ഇറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് പവേഴ്സ് ഓഫ് എ സിവിൽ കോർട്ട്. സിവിൽ കോർട്ടിൻ്റെ പവറാണ് NFRAക്കുള്ളത്. ഇറ്റ് ക്യാൻ ഓൺ ഇറ്റ്സ് ഓൺ ഓർ ഓൺ എ റെഫറൻസ് മെയ്ഡ് ടു ഇറ്റ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ആ ഒരു സ്വമേധയാ തന്നെ
നോക്കാം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നതിനനുസരിച്ചിട്ടും ബോഡി കോർപ്പറേറ്റിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെ പേഴ്സണിനെയോ എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ഉള്ള പവർ NFRAക്ക് ഉണ്ട്. ദെൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, ഇതാണ് സ്വമേധയാ അല്ലാതെ കേസ് എടുക്കുന്ന ഒരു സംഭവം, ട്രിബ്യൂണലിന് അണ്ടറിൽ വരുന്നത്. സ്പെഷ്യൽ കോർട്ടിന് അണ്ടറിൽ സ്വമേധയാ കേസല്ലാതെ ഒരു വരുന്ന സെക്ഷൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണെന്ന് പറഞ്ഞു. പിന്നെ അതെന്താണെന്ന് നോക്കാം. ഇത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 211 to 12 വരുന്നതാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷൻ ഹാവിംഗ് എക്സ്പേർട്സ് ഫ്രം ഫിനാൻഷ്യൽ സെക്ടർ, ക്യാപിറ്റൽ മാർക്കറ്റ്, അക്കൗണ്ടിംഗ്, ഫോറൻസിക്, ഓഡിറ്റ്, ടാക്സേഷൻ ലോ, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പനി ലോ, കസ്റ്റംസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. അതൊരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണ്. അതിനകത്ത് ഓൾമോസ്റ്റ് ഫിനാൻസിൻ്റെ എല്ലാ ഫീൽഡിൽ നിന്നുള്ള എക്സ്പേർട്സ് ഉണ്ടാകുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. ദിസ് ഓഫീസ് ഇസ് എംപവേർഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഫ്രോഡ്സ് റിലേറ്റിംഗ് ടു എ കമ്പനി. ഒരു കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രോഡ്സ് എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പവർ ഉള്ളത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനാണ്. Where central government is of the opinion that it is necessary to investigate the affairs of the company by serious fraud investigation office, it may assign the investigation of serious fraud investigation office. സെൻട്രൽ ഗവൺമെൻറ് തോന്നുകയാണ് ഒരു കമ്പനി ഫ്രോഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ ഒരു കമ്പനിയെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഈ ഫോളോയിങ് സർക്കംസ്റ്റാൻസസിലാണ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരിക. ഫസ്റ്റ് ഓൺ റിസീപ്റ്റ് ഓഫ് എ റിപ്പോർട്ട് ഓഫ് ദി രജിസ്ട്രാർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ പറയുകയാണ് ഇവിടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഫ്രോഡ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കേസ് അസൈൻ ചെയ്ത് കൊടുക്കും. അല്ലാതെ സെക്കൻഡ് സിറ്റുവേഷൻ ഓൺ ഇൻറ്റിമേഷൻ ഓഫ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ആ കമ്പനിയിൽ തന്നെ ഉള്ള ആൾക്കാർ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്, ഇങ്ങനെ ഈ കമ്പനിയുടെ അഫയേഴ്സ് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇൻ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്. അതേമാതിരി ഓൺ റിക്വസ്റ്റ് ഫ്രം എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കേസ് അസൈൻ ചെയ്ത് കൊടുക്കും. ആര്? സെൻട്രൽ ഗവൺമെൻറ്റാണ് അസൈൻ ചെയ്ത് കൊടുക്കുക. It has the exclusive jurisdiction and once a case has been assigned to SFIO, no other agency shall initiate or proceed with the investigation. It has a power to arrest and seek information, explanation for any person involved in the fraud. SFIO ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ജൂറിസ്ഡിക്ഷനോ ഒരു കോർട്ടിനോ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനോ പ്രൊസീഡ്സ് ചെയ്യാനോ പാടുള്ളതല്ല. ആൻഡ് അവർക്ക് അറസ്റ്റ് ചെയ്യാനും ഇൻഫോർമേഷൻസ് എടുക്കാനും ഏത് ആൾക്കാരെ ഫ്രോഡ് കാണിച്ചു എന്ന് തോന്നുന്ന ആൾക്കാരെ എടുത്തുന്ന എക്സ്പ്ലനേഷൻ ചോദിക്കാനൊക്കെ ഉള്ള ഫുൾ റൈറ്റ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉണ്ട്. സോ അപ്പോൾ അതാണ് യൂണിറ്റ് 5. ഞാൻ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാത്തിനകത്ത് പോയിന്റ് ഉള്ളതുകൊണ്ടാണ് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഞാൻ പറഞ്ഞത്. ലോ ആകുമ്പോൾ നമ്മൾ സാധാരണ തിയറി പേപ്പർ മാതിരി അങ്ങനെ പറഞ്ഞു പോകാനായിട്ട് സാധിക്കില്ല, എല്ലാത്തിനകത്ത് പോയിന്റ്സ് ഉണ്ടാവും. സോ അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് ആയി പോയത്. സോ താങ്ക് യു. യൂണിറ്റ് 5 ആണ് ഇപ്പോൾ തീർന്നത്. താങ്ക് യു.